ഓക്കെ, ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് പറയും. നോക്കാം നമുക്ക് എന്താണ് ജി എസ് ടി രജിസ്ട്രേഷൻ. ജി എസ് ടി രജിസ്ട്രേഷൻ മീൻസ് എ പ്രോസസ് ബൈ വിച്ച് എ ടാക്സ് പെയർ ഗെറ്റ് ഹിംസെൽഫ് രജിസ്റ്റേർഡ് അണ്ടർ ജി എസ് ടി ആണ്. അപ്പോൾ നമുക്കറിയാം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ ജി എസ് ടി ടാക്സ് അടക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അയാൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ജി എസ് ടിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അയാൾ അവിടെ ഒരു അക്കൗണ്ടൊക്കെ ഈ പാൻ കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് അയാൾ ഓപ്പൺ ചെയ്ത് അവിടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഓക്കെ, അതാണ് ആക്ച്വലി ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ജി എസ് ടി രജിസ്ട്രേഷൻ മീൻസ് പ്രോസസ് ബൈ വിച്ച് ടാക്സ് പെയർ ഗെറ്റ് ഹിംസെൽഫ് രജിസ്റ്റേർഡ് അണ്ടർ ജി എസ് ടി ആണ്. അതായത് അയാൾ സ്വയം എന്ത് ചെയ്യാണ്, ജി എസ് ടിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അയാൾ രജിസ്ട്രേഷൻ എടുക്കുന്നതിനാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആഫ്റ്റർ രജിസ്ട്രേഷൻ ടാക്സ് പെയർ ഒബ്റ്റെയിൻ എ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡ് ഫ്രം ദി ജി എസ് ടി അതോറിറ്റിയാണ്. ഇപ്പോൾ ജി എസ് ടിയിൽ ഇപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ അങ്ങോടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഹോർഡിംഗ് ബോർഡിലുണ്ടാവും, അതിന്റെ ബോർഡിലുണ്ടാവും താഴത്ത് ജി എസ് ടി ഐ എൻ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും. ഓക്കെ, ആ ജി എസ് ടി ഐ എൻ നമ്പർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡാണ്. ആ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡാണ്. ആ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡ് കിട്ടണമെങ്കിൽ ആദ്യം ഇത് ചെയ്യണം, അവർ രജിസ്ട്രേഷൻ എടുത്താലേ ആ ഒരു ഐ ഡി നമ്പർ കൊടുക്കുള്ളൂ. ജി എസ് ടി ഐ എൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി അങ്ങാടിയിലൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് ബോർഡിൽ നോക്കുക, ബോർഡിന്റെ താഴത്തുണ്ടാവും. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അവരവിടെ പ്ലേസ് ചെയ്തിരിക്കണം, ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അവരുടെ ഹോർഡിംഗ് ബോർഡിലോ അല്ലെങ്കിൽ അവരുടെ ബോർഡുകളിൽ നിർബന്ധമായിട്ടും ആ ഒരു ജി എസ് ടി ഐ എൻ നമ്പർ അവർ നിർബന്ധമായിട്ടും അവർ അത് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ജി എസ് ടി അതോറിറ്റി അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നീട് ആ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകളും ദെൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആയിട്ട് മാറാം. ഓക്കെ, അപ്പൊ ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, അയാൾ സ്വയം ഈ പറഞ്ഞ രജിസ്റ്റർ ചെയ്യാണ് ജി എസ് ടിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർ സ്വയം എന്ത് ചെയ്യാണ്, ഒരു ടാക്സ് പെയർ രജിസ്ട്രേഷൻ എടുക്കുന്നതിനാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന് പറയും. ദെൻ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ജി എസ് ടി അതോറിറ്റി എന്ത് ചെയ്യും, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതോറിറ്റി അവർക്കൊരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ജി എസ് ടി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുത്താലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ലീഗൽ റെക്കഗ്നിഷൻ ആസ് സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആണ്. അതായത് ഇപ്പോൾ ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ, ഗുഡ്സ് സപ്ലയർ അല്ലെങ്കിൽ ഒരു സർവീസ് സപ്ലയർ ആണെങ്കിൽ ഒരു നിയമപരമായിട്ട് എന്ത് ചെയ്യും, ഒരു പരിഗണന, ഒരു റെക്കഗ്നിഷൻ കിട്ടും. കാരണം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നതെങ്കിൽ, ഈ പറഞ്ഞ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ചെയ്യണമെങ്കിൽ അത് ഗവൺമെന്റിന്റെ റെക്കഗ്നിഷനോട് കൂടി ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് അതിനെന്ത് ചെയ്യുക, പരിഗണിക്കുക. അപ്പോൾ നിയമപരമായ ഒരു പരിഗണന കാര്യങ്ങളൊക്കെ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തിക്ക് കിട്ടും. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാത്തൊരു വ്യക്തി ഈ പറയുന്ന ബിസിനസ് ചെയ്യുകയും രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തി ബിസിനസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ കുറച്ചും കൂടി റെക്കഗ്നിഷൻ ഉണ്ടാവുക ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിക്കായിരിക്കും. ഓക്കെ, കാരണം ഇപ്പോൾ പല കമ്പനികളും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു സപ്ലയർ ആണ്, ഞാനൊരു സാധനം വിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ റോ മെറ്റീരിയൽസ് വാങ്ങേണ്ടി വരും. ഞാൻ മാനുഫാക്ചർ ആണെങ്കിൽ ഞാൻ റോ മെറ്റീരിയൽ വാങ്ങേണ്ടി വരും. ഞാൻ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ എനിക്ക് തരുന്ന സപ്ലയർ ഉണ്ടാവും, അവർക്ക് ജി എസ് ടിയുടെ ഈ പറഞ്ഞ അവർക്ക് നമ്മളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടണമെങ്കിൽ ഞാൻ രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ അവർക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടുള്ളൂ. ദെൻ അല്ലെങ്കിൽ അവർക്ക് തരുന്ന ഗുഡ്സിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവർക്ക് ലഭിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അവരെനിക്ക് ഈ പറയുന്ന സപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്തുതരും, വസ്തുക്കളൊക്കെ പെട്ടെന്ന് സപ്ലൈ ചെയ്തുതരും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. ദാറ്റ് മീൻസ് നമുക്ക് നിയമപരമായിട്ടുള്ള എല്ലാ റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സപ്ലയർ, ഈ പറഞ്ഞ രജിസ്റ്റേർഡ് പേഴ്സണ് കിട്ടും. കമ്പാരിറ്റീവ്ലി രജിസ്റ്റർ ചെയ്യാത്ത വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ലീഗൽ നിയമപരമായിട്ടുള്ള റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ പരിഗണന കാര്യങ്ങളൊക്കെ കിട്ടും. രണ്ടാമത്തത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇൻപുട്ട് ടാക്സിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു മാനുഫാക്ചർ ആണെങ്കിൽ, ഒരു നിർമ്മാണം നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ഞാനൊരു ടാക്സ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇത് വാങ്ങുന്ന ആൾക്ക് ഞാൻ ടാക്സ് എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ
ഫോർ എക്സാമ്പിൾ ടയർ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ടയറിൻ്റെ റോ മെറ്റീരിയൽസ് തരുന്ന കമ്പനിക്ക് ഞാൻ പൈസ അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ പൈസയോട് കൂടി അതിൻ്റെ ടാക്സും കൊടുക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ അടച്ച ടാക്സ് എനിക്ക് പിന്നീട് ക്രെഡിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഓൾറെഡി അടച്ചു കഴിഞ്ഞ ടാക്സ് അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്താലേ കിട്ടുള്ളൂ. ഓക്കെ, എന്നോട് ചോദിച്ചോ. അപ്പോൾ ഞാൻ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ടാക്സും അടച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഞാൻ ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ടയർ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണ്. കസ്റ്റമർക്ക് വിൽക്കുന്ന സമയത്ത് കസ്റ്റമർ എനിക്ക് എന്ത് ചെയ്യും? ആ പ്രൈസിനോട് കൂടി ടാക്സ് തരും. ആ ടാക്സ് ഞാൻ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലോട്ട് അടക്കണം. ഓക്കെ, ദെൻ ഈ നേരത്തെ അടച്ച ടാക്സ് ഉണ്ട് അല്ലേ, ഞാൻ റോ മെറ്റീരിയൽ വാങ്ങിയപ്പോൾ ഞാൻ വാങ്ങി വെച്ച ടാക്സ് ഉണ്ട്. ആ ടാക്സ് എനിക്ക് കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് അടച്ചാൽ മതി. ഇപ്പം ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടയർ വിറ്റ സമയത്ത് കളക്ട് ചെയ്ത എമൗണ്ട് ഫുള്ള് എമൗണ്ട് ഓഫ് ടാക്സ് ഞാൻ എന്ത് ചെയ്യേണ്ട? അടക്കണ്ട. കാരണം ഓൾറെഡി ഞാൻ അവിടെ റോ മെറ്റീരിയൽ വാങ്ങിയപ്പോൾ അടച്ച ടാക്സ് ഉണ്ട്. അത് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് എന്ത് ചെയ്താൽ മതി? ഞാൻ ടാക്സ് അടച്ചാൽ മതി. അത് അങ്ങനെ ബാക്കി കഴിച്ചിട്ട് അടക്കാനുള്ള പ്രൊവിഷൻ കിട്ടണമെങ്കിൽ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ആ ഇൻപുട്ട് ടാക്സ് പേ ചെയ്തത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് പേ ചെയ്തതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അയാൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ ടയർ വിൽക്കുന്ന സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ടാക്സ് ഫുള്ള് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ ഗവൺമെൻറ്റിലോട്ട് അടക്കേണ്ടി വരും. അതിന് പുറമെ ഞാൻ ഓൾറെഡി മുൻപ് അടച്ച ടാക്സ് ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ഈ ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഹെൽപ്ഫുൾ ടു ഗെയിൻ കസ്റ്റമർ ട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു നിയമപരമായിട്ട് ഈ GST നമ്പറൊക്കെ ഉള്ള രൂപത്തിലൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മളുടെ കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി ട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ വിശ്വാസം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കമ്പാരിറ്റീവ്ലി GST രജിസ്ട്രേഷൻ എടുക്കാത്തൊരു ബിസിനസ്സുകാരനുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദെൻ GST രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിക്ക് കുറച്ചും കൂടി എന്തുണ്ടാവും? വിശ്വാസ്യത കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാണ് ഹെൽപ്ഫുൾ ടു ഗെയിൻ കസ്റ്റമർ ട്രസ്റ്റ് ആണ്. നമുക്ക് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇയാൾ നിയമപരമായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണെന്നുള്ളത് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും? അങ്ങനെ ഒരു ട്രസ്റ്റ് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലീഗൽ കമ്പൽഷൻ ടു കീപ്പ് റിക്വയർഡ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് കുറേ ബുക്സ് ഓഫ് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു എന്ത് കിട്ടും? ഒരു ഓതറൈസേഷൻ കൂടി നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് എലിജിബിലിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവൺമെന്റ് ബിഡ്സ് ആൻഡ് കോൺട്രാക്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഗവൺമെന്റിന്റെ പല പ്രൊജക്റ്റുകളും വരുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് അല്ലേ ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? റോഡ് നിർമ്മിക്കുക, പാലം നിർമ്മിക്കുക, ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് ടെൻഡറുകൾ വിളിക്കാറുണ്ട്. അത് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കമ്പനികൾ എന്ത് ചെയ്യും? അവർ വിളിക്കാറുണ്ട്. അതിലേറ്റവും ലോവസ്റ്റ് ആണ് ഗവൺമെന്റ് എന്ത് ചെയ്യുക? പിന്നീട് ഏറ്റവും കൃത്യമായിട്ട് ഏതാണോ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൃത്യമായിട്ട് പ്രൊജക്റ്റിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന കമ്പനിക്കാണ്, അതും കുറഞ്ഞ എമൗണ്ടിൽ അത് ചെയ്ത് കൊടുക്കാമെന്ന് ഏൽക്കുന്ന കമ്പനിക്കാണ് എന്ത് ചെയ്യുക? ഗവൺമെന്റ് പിന്നീട് അത് ആ ജോലി കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റുകൾ കൊടുക്കുക അല്ലേ. അങ്ങനെ ഈ ബിഡ്, അതിനാണ് ബിഡ് എന്ന് പറയുക കേട്ടോ. ആ കോൺട്രാക്റ്റുകളൊക്കെ ഈ പറഞ്ഞ ബിഡ് സമർപ്പിക്കും. ഇപ്പം ഞാനൊരു ഇത്തരം റോഡ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു ഓണർ ആണെങ്കിൽ ഞാനും എന്ത് ചെയ്യും? ഇങ്ങനെ ഗവൺമെന്റ് ബിഡ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ബിഡ് വിളിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബിഡ് ഞാൻ സമർപ്പിക്കും. ഓക്കെ, എനിക്ക് ഇത്ര രൂപയ്ക്ക് ചെയ്ത് തരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ആ പ്രൊജക്റ്റിന്റെ ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഒക്കെ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ ആ ബിഡിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഗവൺമെന്റ് ബിഡുകളിലും കോൺട്രാക്റ്റുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ബിഡ് കൊടുക്കുന്ന ആള് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എലിജിബിൾ ടു അവെയിൽ പ്രിവിലേജസ് അണ്ടർ GST ആൻഡ് അതർ ലോ. മറ്റുള്ള നിയമങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രിവിലേജ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അല്ലെ, അതർ ലോസ് ഉണ്ട് GSTയിലും മറ്റുള്ള നിയമങ്ങളിലൊക്കെ എന്തെങ്കിലും പരിരക്ഷ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന GSTയിൽ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയായിരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് വിറ്റിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണ്, അതിന്റെ പ്രൈസ് തരാതെ കസ്റ്റമർ മുങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്ന് അത് കോടതിയിലെത്തി പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫർദർ നിയമ പോരാട്ടങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ വിറ്റ വസ്തു
ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അത് കുറച്ചും കൂടി എന്ത് ചെയ്യും, എനിക്ക് അവിടെ ഒരു ബെനിഫിറ്റ്, ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഞാൻ അങ്ങനെ GST രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ വിറ്റൊരു വസ്തുവിൻ്റെ മുകളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ അത് എനിക്ക് നേരെ തിരിഞ്ഞു വരും. കാരണം ഞാൻ രജിസ്ട്രേഷൻ എടുക്കാതെയാണ് ആ വസ്തു വിറ്റത്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ള നിയമത്തിന്റെ പരിരക്ഷ പോലും എനിക്ക് കിട്ടാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. പകരം ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യും, എനിക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എലിജിബിൾ ടു അവൈൽ പ്രിവിലേജസ് അണ്ടർ GST അണ്ടർ ആൻഡ് അതർ ലോസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി എലിജിബിൾ ടു കളക്ട് ടാക്സ് ഫ്രം പേഴ്സൺ ഹോം സപ്ലൈസ് മെയ്ഡ് ആണ് അല്ലേ. ഇപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ നോട്ട് ചെയ്തോ, ഞാനൊരു ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റിൽ നിന്നും എനിക്ക് ടാക്സ് വാങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ടയർ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ ഓണറാണ്. ഞാൻ റോ മെറ്റീരിയൽ വാങ്ങിയപ്പോൾ ടാക്സ് കൊടുത്തിട്ട് റോ മെറ്റീരിയൽ വാങ്ങി ടയറൊക്കെ നിർമ്മിച്ച് ഞാൻ ടയർ വിൽക്കുകയാണ്. ടയർ വിൽക്കുമ്പോൾ എനിക്ക് ടാക്സ് ഞാൻ വിൽക്കുന്ന സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ രജിസ്ട്രേഷൻ എടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ടാക്സ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ്, അങ്ങനെ ടാക്സ് വാങ്ങണമെങ്കിൽ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് ടാക്സ് വാങ്ങാനുള്ള റൈറ്റ് ഉള്ളൂ. സോ അതാണ് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഫ്രം പേഴ്സൺ ഹൂം സപ്ലൈസ് മെയ്ഡ്. ആർക്കാണോ സപ്ലൈ ചെയ്തത് അവരെ കയ്യിൽ നമ്മൾ ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ഈ പറയുന്ന ഈ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇതിന്ന് ഒരു 5 പോയിന്റ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഈ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുത്താലുള്ള ബെനിഫിറ്റുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, ഇനി പേഴ്സൺസ് ലാബിൾ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട് ആണ്. ഈ CGST ആക്ട് പ്രകാരം ആരൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആരൊക്കെയെന്നുള്ളതാണ് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. നമുക്ക് എവറി സപ്ലയർ ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ ഫിനാൻഷ്യൽ ഇയർ എക്സീഡിങ് ₹20 lakh ആണ്. 20 ലക്ഷത്തിന്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വിറ്റുവരവാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ 20 ലക്ഷത്തിന് മുകളിൽ ഒരു വർഷത്തിൽ ടേൺ ഓവർ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ അയാൾ എന്ത് ചെയ്തിരിക്കണം, ഈ CGST ആക്ട് പ്രകാരം GST രജിസ്ട്രേഷൻ അയാൾ എടുത്തിരിക്കണം. അപ്പോൾ 20 ലക്ഷത്തിന് മുകളിൽ ഇപ്പോൾ ഒരു വ്യാപാരി, ഒരു വ്യവസായിക്ക് എന്ത് ചെയ്യണം, 20 ലക്ഷത്തിന് മുകളിൽ അയാളുടെ സെയിൽസ് വിറ്റുവരവുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ പോലെ ഈ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇനി അതുപോലെ എവറി പേഴ്സൺ ഹൂ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ എക്സിസ്റ്റിംഗ് ലോ ആണ്. നമുക്കറിയാം പണ്ടത്തെ GST വരുന്നതിന് മുമ്പ് വാറ്റ് ഉണ്ടായിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ ടാക്സ് ഉണ്ടായിരുന്നു. വേറെയും കസ്റ്റംസ് ഡ്യൂട്ടി പറഞ്ഞ മറ്റുള്ള കുറേ ടാക്സുകൾ ഉണ്ടായിരുന്നു അല്ലേ. ആ ടാക്സ് പ്രകാരം നിലവിൽ ടാക്സ് അടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കണം, GSTയിൽ രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതാണ് എവറി പേഴ്സൺ ഹൂ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ എക്സിസ്റ്റിംഗ് ലോ. നിലവിലുള്ള നിയമം പഴയ നിയമമാണ്. നമ്മളുടെ പണ്ടത്തെ GST വരുന്നതിന് മുമ്പുള്ള ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റത്തിൽ രജിസ്ട്രേഷൻ എടുത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ഈ ഒരു CGST ആക്ട് പ്രകാരം GST രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഓക്കെ, അതുപോലെ when a business carried on by taxable person is transferred, the transferee or success is liable to register ആണ്. ഓക്കെ, അതായത് when a business carried on by taxable person, ഇപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഓക്കെ, ദെൻ ഞാൻ രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തിയാണ്. ദാറ്റ് മീൻസ് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ആ ബിസിനസ്സിൻ്റെ മുകളിൽ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബിസിനസ് കുറച്ചാലും കൊണ്ടുവന്നിട്ട് ഞാൻ ആ ബിസിനസ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ദാറ്റ് മീൻസ് ഞാൻ വിറ്റു. ഓക്കെ, ആ ബിസിനസ് തന്നെ അതേപോലെ വിറ്റു. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ അത് ആരാണോ വാങ്ങുന്നത്, കാരണം ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്, ആ ബിസിനസ് എന്ത് ചെയ്യാണ്, വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ട്രാൻസ്ഫറി ആരാണോ, ആർക്കാണോ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് അയാൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. കാരണം മുൻപ് ആ ബിസിനസ് ഞാൻ രജിസ്ട്രേഷൻ എടുത്തത് എന്തുകൊണ്ടായിരിക്കും, ആ 20 lakh എക്സീഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതൽ ടേൺ ഓവർ ഉള്ളൊരു ബിസിനസ് ആയതുകൊണ്ടായിരിക്കും ഞാൻ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവുക. ആ ബിസിനസ് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
ആ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അതിൻ്റെ ഓണർ മാത്രമേ മാറുന്നുള്ളൂ. അത് കാരണത്താൽ അവിടെ ഈ രജിസ്ട്രേഷൻ എടുക്കാതിരിക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല. നിർബന്ധമായിട്ടും ആ ട്രാൻസ്ഫറി ആരാണോ എൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ് വാങ്ങിയത് അയാൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പേഴ്സൺസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട് ആണ്. ഇനി ആരൊക്കെ ഈ പറഞ്ഞ CGST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുക്കേണ്ട, ദാറ്റ് മീൻസ് നോട്ട് ലയബിൾ ആണ്, ഏതെല്ലാം വ്യക്തികളാണ് നിർബന്ധമില്ലാത്തത് എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യണത്. അതിലൊന്ന്, പേഴ്സൺ എക്സ്ക്ലൂസീവ്ലി എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് ആർ നോട്ട് ലയബിൾ ടു ടാക്സ് ആണ്. ഓക്കെ, ടാക്സിന്റെ പരിധിയിൽ വരാത്ത ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുന്ന, അത് എക്സ്ക്ലൂസീവ്ലി കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് മാത്രം കേട്ടോ. ഈ നോൺ ടാക്സബിൾ അല്ലെങ്കിൽ നോട്ട് ടാക്സബിൾ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഗുഡ്സുകളോ അല്ലെങ്കിൽ സർവീസുകളോ റെൻഡർ ചെയ്യുന്ന ഒരു സപ്ലയർ അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുകൾ എൻഗേജ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യേണ്ട, അവർ ഈ പറഞ്ഞ പോലെ ടാക്സ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതുപോലെ പേഴ്സൺ എക്സ്ക്ലൂസീവ്ലി എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് ആർ ഹോളി എക്സെപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ഓക്കെ, അതായത് മൊത്തമായിട്ടും ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ആ സർവീസ് ഈ പറയുന്ന GST അല്ലെങ്കിൽ ഈ ടാക്സിൽ നിന്നും എക്സംഷൻ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഗുഡ്സുകളോ സർവീസുകളോ സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകളിൽ മാത്രം ഉണ്ടോ, അതിൽ മാത്രം എൻഗേജ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവരും എന്ത് ചെയ്യേണ്ട, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതുപോലെ അഗ്രികൾച്ചറിസ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് പ്രൊഡ്യൂസ് ഔട്ട് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ കർഷകർ എന്ത് ചെയ്യേണ്ട, അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ലാൻഡിൽ അവർ ഈ കൾട്ടിവേഷനൊക്കെ ചെയ്ത് ഇല്ലേ, അവർ വിളവെടുത്തിട്ട് വിൽക്കുകയാണെങ്കിൽ, അങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരും എന്ത് ചെയ്യേണ്ട. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കർഷകരുണ്ടാവും, അവരവരുടെ ലാൻഡിൽ തന്നെ അവർ പല പച്ചക്കറികളും പല അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അവർ സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഈ അടക്കാത്തോട്ടങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തെങ്ങുകൾ ഇല്ലേ, അങ്ങനെ കവുങ്ങുകളൊക്കെ ഉള്ള അടക്കാത്തോട്ടങ്ങളൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടാവാം. അവർക്കൊക്കെ ചിലപ്പോൾ ഏക്കർ കണക്കിന് അടക്കാത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവാം. അവർ അതൊക്കെ പറിച്ചിട്ട് അവർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നുണ്ടാവാം. ചിലപ്പോൾ 20 ലക്ഷത്തിൻ്റെയോ 50 ലക്ഷത്തിൻ്റെയോ 1 കോടിയുടെ ഒക്കെ അടക്ക വിൽക്കുന്ന ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ അത്തരം എന്താ പറയുക ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, തോട്ടെടുത്തിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരും എന്താ ചെയ്യണത്, ഈ പറഞ്ഞ സാധനങ്ങൾ സപ്ലൈ ചെയ്യാണ് അല്ലേ. ആ സപ്ലൈ ചെയ്യുന്ന ചിലപ്പോൾ 20 ലക്ഷത്തിന് മുകളിലൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഫസ്റ്റത്തെ നിയമപ്രകാരം അവർ ലേബിളാണ്. പക്ഷേ അഗ്രികൾച്ചറിസ്റ്റ് അവരുടെ ലാൻഡിൽ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ചെയ്തിട്ട് അവർ എന്തെങ്കിലും ഗുഡ്സ് എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്തത് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ട, അവർ നോട്ട് ലേബിൾ ആണ്. കാരണം നമ്മളുടെ അത് അവർക്ക് ഒരു ബേർഡൻ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ. അഗ്രികൾച്ചറിൽ നമ്മൾ എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എക്സംഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ എനി അതർ പേഴ്സൺ എക്സംപ്റ്റഡ് ബൈ ഗവൺമെന്റ് ആസ് പെർ കൗൺസിൽ റെക്കമെൻഡേഷൻ. നമുക്കറിയാം GST കൗൺസിൽ എന്ന് പറഞ്ഞൊരു കൗൺസിൽ ഉണ്ട് അല്ലേ. എല്ലാ GSTയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു കൗൺസിലാണ് GST കൗൺസിൽ. ആ കൗൺസിൽ പ്രകാരം ആർക്കെങ്കിലും എക്സംഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺസ് എന്ത് ചെയ്യേണ്ട, ഈ പറഞ്ഞ പോലെ GST രജിസ്ട്രേഷൻ എടുക്കണം, നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു, ദെൻ അതിൻ്റെ ബെനിഫിറ്റ്, ഇങ്ങനെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതുപോലെ ആരൊക്കെ ഈ രജിസ്ട്രേഷൻ എടുക്കണം, ലേബിൾ ആണ്, അതുപോലെ ആരൊക്കെ നോട്ട് ലേബിൾ ആണ് അല്ലെ, പേഴ്സൺസ് നോട്ട് ലേബിൾ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട് ആണ്. ദെൻ ഏതൊക്കെ വ്യക്തികളാണ് നോട്ട് ലേബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 10:30 ദെൻ ആരൊക്കെ നോട്ട് ലേബിൾ. ഓക്കെ, ചില ആളുകളൊന്നും ചെയ്യേണ്ട, എല്ലാ ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരൊന്നും ഇത് ചെയ്യേണ്ട, ഈ പറയുന്നത് GST രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി നെക്സ്റ്റ് നോക്കാം, കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. ആരൊക്കെയാണ് നിർബന്ധിതമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാരാണ് നോക്കാം. ഇറ്റ് ഈസ് ദ രജിസ്ട്രേഷൻ ടു ബി ഡൺ ബൈ സപ്ലയർ ഹൂ കംസ് അണ്ടർ കാറ്റഗറീസ് ഓഫ് മെൻഷൻ ഇൻ ദി GST ആക്ട് ആണ്. അതായത് GST ആക്ട് പ്രകാരം മെൻഷൻ ചെയ്ത ഒരുപാട് കാറ്റഗറി ഓഫ് സപ്ലൈ ഉണ്ട്. കാറ്റഗറീസ് ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സപ്ലൈകൾ ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, അവർ ഈ പറയുന്ന GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം.
Okay, it is the registration done by suppliers on suppliers who comes under the categories mentioned in the GST Act. GST Act കുറച്ച് എന്താ പറയുക കാറ്റഗറീസ് ഓഫ് സപ്ലൈസ് പറയുന്നുണ്ട്. ഓക്കെ, അത്തരം സപ്ലൈകൾ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? കമ്പൽസറി ആയിട്ട് അവർ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി കമ്പൽസറി രജിസ്ട്രേഷൻ റിക്വയർമെന്റ്സുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ പേഴ്സൺ മേക്കിംഗ് എനി ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈസ് ആണ്. നമുക്കറിയാം ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലൂടെ എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ടാക്സബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയും അല്ലേ? ഒരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് ടാക്സബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ ഈ പറയുന്ന GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. രണ്ടാമത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ ആണ്. ഓക്കെ, നമുക്കറിയാം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി അവർ ഈ പറയുന്ന ബിസിനസ് ചെയ്യുള്ളൂ. നിരന്തരമായിട്ട് അവർ സ്ഥിരമായിട്ട് ഈ പറയുന്ന ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ബിസിനസ് അല്ല. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അവർ എന്ത് ചെയ്യുള്ളൂ? അത്തരം ബിസിനസ്സുകൾ ചെയ്യുള്ളൂ. അത്തരം വ്യക്തികളും ഈ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ. ഇവിടെ നോക്കണം, ഇവിടെ പറഞ്ഞ രണ്ടിലും ലാസ്റ്റ് പറയുന്ന ടാക്സബിൾ സപ്ലൈ ആണ്. നമുക്കറിയാം എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട്, ടാക്സബിൾ സപ്ലൈ ഉണ്ട്. ചില പ്രൊഡക്റ്റുകളും സർവീസുകളും നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ അല്ല, ചിലത് എക്സംപ്റ്റഡ് ആണ് അല്ലെ? ദെൻ ചിലത് ടാക്സബിൾ ആണ്. അപ്പൊ ഈ ടാക്സബിൾ സപ്ലൈ ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസും ഈ പറയുന്ന ടാക്സബിൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതുപോലെ പേഴ്സൺ ഹു ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് ആണ്. നമുക്കറിയാം റിവേഴ്സ് ചാർജ് മെക്കാനിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമുക്കറിയാം GSTയിൽ സാധാരണ അല്ലെങ്കിൽ നോർമലി ടാക്സ് അടക്കുന്നത് സപ്ലയർ ആണ് ടാക്സ് ഗവൺമെന്റിലോട്ട് അടക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കുക അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ സർവീസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ പൈസ എനിക്ക് കിട്ടും. ഒരു ഗുഡ്സ് ഞാൻ വിൽക്കുകയാണെങ്കിൽ വിൽക്കുമ്പോൾ അതിന്റെ പ്രൈസിനോട് കൂടി ടാക്സ് എമൗണ്ട് കിട്ടും. ആ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം? ഞാൻ ഗവൺമെന്റിലോട്ട് അടക്കണം. ദാറ്റ് മീൻസ് സപ്ലയർ ആണ് ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, ചില സാഹചര്യങ്ങളുണ്ട് റിവേഴ്സ് ചാർജിൽ ടാക്സ് അടക്കുന്ന കേസുകളുണ്ട് അല്ലെ? റിവേഴ്സ് ചാർജിൽ ടാക്സ് അടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. ഓക്കെ, ഞാനൊരു GST രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തിയാണ്. ഞാനൊരു ബിസിനസ് ഞാനൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, അങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന ആർക്കാണോ സാധനങ്ങൾ വിൽക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാനുള്ള എന്തില്ല, റൈറ്റ് എനിക്കില്ല. അപ്പോൾ ഞാൻ ടാക്സ് അടക്കണ്ട. പക്ഷെ അതാരാണോ ഈ പറയുന്ന ഇപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഒരു ടാക്സബിൾ പേഴ്സൺ ആയിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഞാൻ പ്രൊഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ അയാളാണ് ടാക്സ് അവിടെ അടക്കേണ്ടി വരിക. മനസ്സിലായല്ലോ? അതിനെയാണ് അവിടെ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലയർക്ക് പകരം റെസിപ്പിയന്റ് ഗുഡ്സ് വാങ്ങുന്ന ആളെന്ത് ചെയ്യണം? ടാക്സ് അടക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ദെൻ അവർ നിർബന്ധമായിട്ട് ഇത് ചെയ്തിരിക്കണം, കമ്പൽസറിലി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പോൾ റിവേഴ്സ് ചാർജസിൽ ടാക്സ് അടക്കുന്ന ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ അവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം, GST രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ ആണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതിൽ ഒരു റെസിഡന്റ് ആണ് നോൺ റെസിഡന്റ് എന്ന് പറയും അല്ലെ? നമുക്കറിയാം 182 days ഓർ മോർ ഇന്ത്യയിൽ എന്താ പറയാ താമസിക്കാത്ത വ്യക്തികളെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പ്രൊഫഷനൊക്കെ പറയുന്നുണ്ട്. സോ റെസിഡന്റ് അല്ലാത്ത ആ രണ്ട് പറയുന്ന പ്രധാനപ്പെട്ട ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത വ്യക്തികളെയാണ് നമ്മൾ നോൺ റെസിഡന്റ് എന്ന് പറയും അല്ലെ? അത്തരം ടാക്സബിൾ പേഴ്സൺസ് എന്തെങ്കിലും ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ടാക്സബിൾ പേഴ്സൺ ആണ്, അയാൾ വല്ല ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ടാക്സബിൾ സപ്ലൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഓക്കെ, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ അവരും കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതുപോലെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ഓക്കെ, നമുക്കറിയാം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ മീൻസ് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് റോ മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവാം അല്ലേ? അതുപോലെ ഇൻപുട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവാം. അത്തരം സർവീസ് സ്ഥാപനങ്ങളും കമ്പൽസറിലി രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതുപോലെ എവരി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ ഇലക്ട്രോണിക് കൊമേഴ്സ്, അവരെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ നിർബന്ധമായിട്ടും കമ്പൽസറിലി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇപ്പോൾ എവരി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ പേഴ്സൺ ഹൂ മേക്ക് ടാക്സബിൾ സപ്ലൈ ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ, അനദർ ടാക്സബിൾ പേഴ്സൺ ആണ്. പേഴ്സൺ ഹൂ മേക്ക് ടാക്സബിൾ സപ്ലൈ ഓൺ ബിഹാഫ് ഓഫ് അതർ ടാക്സബിൾ പേഴ്സൺ, മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു ടാക്സബിൾ പേഴ്സണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വേറൊരു വ്യക്തി ഒരു ടാക്സബിൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആരാണോ അത് ചെയ്യുന്നത്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആരാണോ ആ ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നത്, ആ പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം, ഇവിടെ ഈ പറഞ്ഞ കമ്പൽസറിയില് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യങ്ങളാണ്, GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പൽസറി നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കേണ്ട സിറ്റുവേഷൻസ് ആണ്. ഇവരൊക്കെ നിർബന്ധമായിട്ടും ഈ ഒരു 5 കേസുകൾ മിനിമം പഠിച്ചു വെക്കുക കേട്ടോ. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ നിർബന്ധമായിട്ടും അവർ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വോളണ്ടറി രജിസ്ട്രേഷൻ ആണ്. സ്വമേധയാ രജിസ്ട്രേഷൻ എടുക്കുന്ന കേസാണ്. Voluntary registration is the self-registration by the suppliers irrespective of the threshold limit given by the GST Act ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് പേഴ്സൺസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൽ 20 ലക്ഷത്തിലധികം ടേൺ ഓവർ ഉള്ള ആളുകൾ എന്ത് ചെയ്തിരിക്കണം, എല്ലാ സപ്ലയറും, എവറി സപ്ലയർ ഹൂസ് അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഇൻ ദി ഫിനാൻഷ്യൽ ഇയർ എക്സീഡ് 20 lakh എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ലിമിറ്റുകളും കാര്യങ്ങളും ത്രഷ് ഹോൾഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എത്താത്ത ആളുകൾക്കും എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്വയം രജിസ്ട്രേഷൻ എടുക്കാം. ഈ പറഞ്ഞ ത്രഷ് ഹോൾഡ് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അവർ എന്ത് ചെയ്യണം, അവർ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആണ്. ഇനി അതല്ല, അവരങ്ങനെ ആയിട്ടില്ലെങ്കിലും അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ സ്വമേധയാ എടുക്കാം. അതാണ് വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ നോക്കാം, വോളണ്ടറി രജിസ്ട്രേഷൻ ഈസ് ദ സെൽഫ് രജിസ്ട്രേഷൻ by the suppliers irrespective of threshold limit given by GST Act ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ത്രഷോൾഡ് ലിമിറ്റ് പറഞ്ഞ ആ ത്രഷോൾഡ് ലിമിറ്റിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യാം, അവർക്ക് ഈ പറയുന്ന സ്വയം രജിസ്ട്രേഷൻ എടുക്കാൻ അവർക്ക് പറ്റും. അതാണ് ഈ വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയും. സ്വമേധയാ അവർ രജിസ്ട്രേഷൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇങ്ങനെ വോളണ്ടറി സ്വമേധയാ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകളാണ് പറയുന്നത്. സ്വയം എന്ത് ചെയ്യാണ്, രജിസ്ട്രേഷൻ എടുക്കുകയാണ്. CGST ആക്ട് പ്രകാരം ഒരു സ്വമേധയാ അവർ ത്രഷോൾഡ് ലിമിറ്റ് വരുമ്പോൾ അവർ എന്ത് ചെയ്യാണ്, രജിസ്ട്രേഷൻ എടുക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഒന്നാമത് ഹെൽപ്സ് ടു അട്രാക്ട് ട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ പല ആളുകളും ഈ ഒരു മൊറാലിറ്റിയുമായിട്ടില്ല, മോറലി ധാർമ്മികമായിട്ട് ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവാം അല്ലേ. അവരൊക്കെ മിക്കവാറും ഈ പറഞ്ഞ ടാക്സ് അടച്ച് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ ആയിരിക്കും പല ആളുകൾക്കും ഇഷ്ടമുണ്ടാവും. ദാറ്റ് മീൻസ് ചില അങ്ങനെയുള്ള കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സോ ടാക്സ് അടിച്ച് അങ്ങനെ ലൈഫിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത ഒരു എന്താ പറയുക സപ്ലയറാണ് അവർക്ക് കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകളെ അട്രാക്ട് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഓക്കെ, അതാണ് ഹെൽപ്സ് ടു അട്രാക്ട് ട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ്, വിശ്വാസിക കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഓക്കെ, കാരണം അത് നിയമപരമായിട്ട് നടത്തുന്ന ഒരു ബിസിനസ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ചും കൂടി വിശ്വാസിക കാര്യങ്ങളൊക്കെ, സ്വീകാര്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കമ്പാരിറ്റീവ്ലി രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു സപ്ലയർ ഉണ്ട്, ഒരു രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും അവിടെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് വിശ്വാസ്യത ഉണ്ടാവുക ഈ പറയുന്ന രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയായിരിക്കും അല്ലേ. അതാണ്. രണ്ടാമത് ഈസി ടു മേക്ക് ഇന്റർസ്റ്റേറ്റ് സെയിൽസ് ആണ്. ഇപ്പൊ നമുക്കറിയാം, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സെയിൽസ്, സപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തിക്ക് അത് സാധ്യമല്ല. ഓക്കെ, സാധ്യമല്ല മീൻസ് അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വയം വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സപ്ലൈ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈസി ടു മേക്ക് ഇന്റർസ്റ്റേറ്റ് സെയിൽസ് എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഓപ്പർച്യൂണിറ്റി ഫോർ ബിസിനസ് ഡെവലപ്മെന്റ് ആണ്. നമുക്ക് പിന്നീട് നമ്മളുടെ ഈ ബിസിനസ്സിൽ ഏതെങ്കിലും പുതിയ
അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ കൂട്ടേണ്ട സാഹചര്യങ്ങൾ വരിക, അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്തൊക്കെ അവർക്ക് അവരുടെ ത്രെഷോൾഡ് ലിമിറ്റ് മറികടക്കാതിരിക്കാൻ ചിലപ്പോൾ ബിസിനസിന്റെ പ്രൊഡക്ഷനൊക്കെ ചിലപ്പോൾ അവർ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടാവാം അല്ലേ. അത് അവരുടെ ഓപ്പർച്യൂണിറ്റീസിനെ തടയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഒരു ഓൾറെഡി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്വമേധയാ രജിസ്ട്രേഷൻ എടുത്ത ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം വ്യക്തികളാണെങ്കിൽ അവർക്ക് അവരുടെ ബിസിനസ്സിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് പോകാനും അവർക്ക് പല കാര്യങ്ങളിലും അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ ഡെവലപ്മെന്റിനും കാര്യങ്ങളൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടായി വരും. ഓക്കെ, ഇങ്ങനെ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തികൾക്ക്. ഓക്കെ, ഇനി അത് എടുക്കാത്ത വ്യക്തികൾ ഓൾവേസ് അവരെന്ത് ചെയ്യും, അവർക്ക് അത് ഹൈഡ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അവരുടെ ത്രെഷോൾഡ് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാക്സ് GST എന്ത് ചെയ്യും, അവർക്ക് നോട്ടീസ് വരും, രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ അവരതിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലീഗൽ റൈറ്റ് ടു കളക്ട് ടാക്സ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഇൻപുട്ട് ടാക്സ് കളക്ട് അല്ലെ, ഇൻപുട്ട് ടാക്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സ്ഥാപനം അല്ലെ, എന്തെങ്കിലും സർവീസോ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവർ ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് അതിന്റെ പ്രൈസിനോട് കൂടി ടാക്സും കളക്ട് ചെയ്യും അല്ലെ. ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന രജിസ്ട്രേഷൻ എടുത്ത വ്യക്തികൾക്ക് അത് കളക്ട് ചെയ്യാനുള്ള എന്തുള്ളൂ, റൈറ്റ്സ് ഉള്ളൂ. സോ അതാണ് ലീഗൽ റൈറ്റ് ടു കളക്ട് ടാക്സ് ആണ്. ഈ പറയുന്ന റെസിപ്പിയന്റ് ആരാണോ നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വിൽക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ അവർ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ അവർക്ക് അതിനുള്ള റൈറ്റ് ഉള്ളൂ നിയമപരമായിട്ട്. അതുപോലെ ലീഗൽ റൈറ്റ് ടു ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ് ആണ്. ഓക്കെ, ടാക്സ് ഇൻവോയ്സ് മീൻസ് നമുക്കറിയാം നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കടകളിലോ ഷോപ്പുകളിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരാറുണ്ട്, ബില്ല് തരാറുണ്ട് അല്ലേ. ആ ബില്ലിന് ഇതിന് താഴെ എന്തുണ്ടാവും, അതിന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഉണ്ടാവും, അതിന് പുറമെ താഴെ ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയും, ആ ബില്ലിനെയാണ്. അപ്പോൾ അത്തരം ടാക്സ് ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ വാങ്ങാൻ നിങ്ങൾ പർച്ചേസിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ബില്ലിൽ ഇങ്ങനെ GST ബില്ല് എന്തെങ്കിലും അടിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ആ ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഷോപ്പ് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ അവരുടെ ഹോർഡിങ്സ്, അതിന്റെ ബോർഡുകളൊക്കെ ഉണ്ടാവും, ബോർഡിന്റെ താഴത്ത് അവരുടെ GSTI നമ്പർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ബില്ലിൽ തന്നെ ഉണ്ടാവും അവിടെ GSTI നമ്പർ എത്രയാണെന്നുള്ളതൊക്കെ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് കിട്ടണമെങ്കിൽ അവർ വോളണ്ടറി സ്വമേധയാ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ അവർക്ക് ഇത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എൻജോയ് ബെനിഫിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ഇൻവാൾഡ് സപ്ലൈസ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സാധനങ്ങൾ നിർമ്മിച്ചിട്ട് വിൽക്കുന്ന ഒരു ബിസിനസ് ആണ് നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ ആ മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, ആരുടെ കയ്യിൽ നിന്നാണ് ഞാൻ റോ മെറ്റീരിയൽസ് വാങ്ങിയത് അവർക്ക് അതിൻ്റെ പൈസ കൊടുക്കുന്ന സമയത്ത് ടാക്സും കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ദെൻ ടാക്സ് കൊടുത്തത് അവിടെ എനിക്ക് അവിടെ ക്രെഡിറ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ഇൻപുട്ട് വാങ്ങിയ സമയത്ത് എനിക്ക് അവിടെ ടാക്സ് ഞാൻ കൊടുത്തത് ഓൾറെഡി അവിടെ അടച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി പിന്നീട് വിൽക്കുന്ന സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങും. എന്നിട്ട് ടാക്സ് എന്ത് ചെയ്യണം, ഞാൻ ഗവൺമെന്റിലൂടെ അടക്കണം അല്ലേ. പക്ഷെ ഓൾറെഡി ഞാൻ വാങ്ങിയ സമയത്ത് അടച്ച ടാക്സ് അവിടെ ഉണ്ടാവും. ഓക്കെ, ആ ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എടുത്താൽ ഓക്കെ, ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്ത ടാക്സിന്റെ ബാലൻസ് എമൗണ്ട് ചെയ്താൽ മതി. ഇനി ഞാൻ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന പൈസ ഞാൻ അടച്ചാൽ മതി. അങ്ങനെ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വോളണ്ടറിലി രജിസ്ട്രേഷൻ എടുത്തവർക്ക് മാത്രമേ ആ പറഞ്ഞ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എൻജോയ് ചെയ്യാൻ, അതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു GST രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ലഭിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് ഈ പറയുന്ന അഡ്വാൻറ്റേജുകളും കാര്യങ്ങളൊക്കെ അവർക്ക് GST രജിസ്ട്രേഷൻ എടുത്തവർക്ക് മാത്രം കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. ഓക്കെ, അപ്പോൾ GST രജിസ്ട്രേഷൻ ഇപ്പോൾ മിക്കവാറും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എടുക്കണം. കാരണം ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനങ്ങളിൽ ഈ പറഞ്ഞ 20 lakh ഒക്കെ എന്തായാലും ഈസി ആയിട്ട് എന്ത് ചെയ്യും, എക്സീഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എസ്പെഷ്യലി മറ്റുള്ള സംസ്ഥാനങ്ങളിലോട്ടൊക്കെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവണം, അവർ ഈ പറയുന്ന രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനും സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വോളണ്ടറി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് സോമോട്ടോ രജിസ്ട്രേഷൻ ആണ്.
ഓക്കെ, സ്വമേധയാ എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മളുടെ ഓഫീസർ, പ്രോപ്പർ ഓഫീസർ സ്വയം എന്ത് ചെയ്യാണ്, അവർ ഈ പറയുന്ന രജിസ്ട്രേഷൻ എടുപ്പിക്കുകയാണ്. അതിനാണ് സോമോട്ടോ രജിസ്ട്രേഷൻ പറയുന്നത്. നോക്കാം, ഇൻ കണക്ഷൻ വിത്ത് എനി സർവേ, ഇൻസ്പെക്ഷൻ ഓർ എൻക്വയറി under the act, the proper officer find that person liable to be registered under the act has failed to do so. Such officer may issue registration to said person on temporary basis and issue an order in the form of GST REG 12 ആണ്. അപ്പോൾ ഈ പറയുന്ന പ്രോപ്പർ ഓഫീസർ കൃത്യമായിട്ട് ഇങ്ങനെ ഒരാളുടെ അയാളുടെ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സർവേ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എൻക്വയറി ഒക്കെ നടത്തുന്ന സമയത്ത് ഈ പ്രോപ്പർ ഓഫീസർക്ക് മനസ്സിലാവുകയാണ് അയാൾ ഈ പറയുന്ന രജിസ്റ്റർ ചെയ്യാൻ ലാബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അയാൾ പേഴ്സൺ ലാബിൾ ടു ബി രജിസ്റ്റേർഡ് ആണ്, ഈ പറയുന്ന GST പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതമായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, പക്ഷെ അയാൾ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അയാൾ ചെയ്തിട്ടില്ല. അതാണ് ഇതിന്റെ അർത്ഥം. അതായത് ഒരു സപ്ലയർ ഉണ്ട്, ആ സപ്ലയർ അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഓഫീസർക്ക് ഇൻകം GST ഓഫീസർക്ക് മനസ്സിലായി അയാൾ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ അയാൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രോപ്പർ ഓഫീസർ ഒരു രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. ഓക്കെ, അതായത് ഇയാളുടെ സപ്ലയറുടെ പേരിൽ രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. ടെമ്പററി ബേസിസിലാണ് അത് ഇഷ്യൂ ചെയ്യുക. എന്നിട്ട് ഒരു ഓർഡർ കൊടുക്കും അയാൾക്ക്, ആരാണോ സപ്ലയർ അയാൾക്ക് എന്ത് ചെയ്യും, ഒരു ഓർഡർ കൊടുക്കും. ആ ഇപ്പോൾ ഈ പറയുന്ന ടെമ്പററി അല്ലെങ്കിൽ സോമോട്ടോ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ GST REG 12 എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഈ പ്രോപ്പർ ഓഫീസർ അയാൾക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ എടുക്കുക. ഓക്കെ, അതിന് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ട് അയാൾ ടാക്സ് അടക്കേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന പ്രോപ്പർ ഓഫീസർ തന്നെ, ദാറ്റ് മീൻസ് GST എന്താ പറയുക, ഓഫീസർ തന്നെ എന്ത് ചെയ്യണം, അതോറിറ്റി തന്നെ സ്വയം രജിസ്ട്രേഷൻ എടുപ്പിക്കുന്നതിനാണ് ആക്ച്വലി ഈ സോമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ടെമ്പററി ബേസിസിലായിരിക്കും. പിന്നീട് അവർ എന്ത് ചെയ്യണം, മറ്റുള്ള പ്രോസസ് ത്രൂ അവർ ബാക്കിയുള്ള രജിസ്ട്രേഷനൊക്കെ പിന്നീട് അവർ ചെയ്യുകയും വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സോമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയും. ഇനി നെക്സ്റ്റ് ഡീംഡ് രജിസ്ട്രേഷൻ ആണ്. ഡീംഡ് രജിസ്ട്രേഷൻ. ഇപ്പോൾ ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനൊരു സപ്ലയർ ആണ്, ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ എക്സീഡ്, ഈ പറഞ്ഞ ലിമിറ്റുകളും കാര്യങ്ങളൊക്കെ, ദാറ്റ് മീൻസ് ഞാൻ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റും കാര്യങ്ങളൊക്കെ എക്സീഡ് കഴിഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, രജിസ്ട്രേഷനുള്ള ഫോമുകൾ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ നമ്മളുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഈ GST ഡിപ്പാർട്ട്മെന്റ് എൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യാണ്, അവർ കുറച്ച് ഡിലേ വരുത്തുകയാണ്, അല്ലെങ്കിൽ അവരതിൽ കുറച്ച് ഫെയിൽ ആവുകയാണ്. ഓക്കെ, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇഷ്യൂ ചെയ്യുന്ന രജിസ്ട്രേഷനാണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയും. നോക്കാം, അണ്ടർ GST law there is a provision of deemed approval of fresh registration and amendment of the registration in case of department officer fail to take any action on taxpayers application within this prescribed limit ആണ്. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ വേണ്ടിയിട്ട്, പക്ഷേ ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ അവർ ഈ പറയുന്ന രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ ആണത് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയും. ഓക്കെ, സോ അണ്ടർ ദി GST law there is a provision of ഡീംഡ് അപ്രൂവൽ ആണ്, അതായത് അപ്രൂവ് ചെയ്ത പോലെ പരിഗണിക്കുകയാണ്. ഓക്കെ, എന്താണ് ഫ്രഷ് രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ അമെൻമെന്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ അത് കൃത്യ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന രജിസ്ട്രേഷൻ ആണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയും. ഓക്കെ, രജിസ്റ്റർ ചെയ്ത പോലെ പരിഗണിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് അപ്പോൾ നോക്കാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. GST രജിസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ബെനിഫിറ്റുകൾ പറഞ്ഞു, ആരൊക്കെയാണ് ലാബിൾ, ആരൊക്കെ നോട്ട് ലാബിൾ ആണ്, എന്താണ് കമ്പൽസറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു, ദെൻ ആരൊക്കെ ഇങ്ങനെ കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകൾ അല്ലെ, റിക്കറൻസ് ആരൊക്കെയാണ്, ഇനി വോളണ്ടറി രജിസ്ട്രേഷൻ പറഞ്ഞു, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ, സോമോട്ടോ രജിസ്ട്രേഷൻ, ഡീംഡ് രജിസ്ട്രേഷൻ. ഇനി നെക്സ്റ്റ് ഫേസസ് ഓഫ് GST രജിസ്ട്രേഷൻ അല്ലെങ്കിൽ GST രജിസ്ട്രേഷന്റെ സ്റ്റെപ്പുകളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പാർട്ട് എ ഉണ്ട്, നമ്മുടെ GST REG 01ന്റെ പാർട്ട് എ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഫോമാണ്. ആ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടത് REG 01 പാർട്ട് എ എന്ന് പറഞ്ഞ ഫോം എയിലാണ് കേട്ടോ. പാർട്ട് എ GST REG 01 പറഞ്ഞ ഫോം ഉണ്ട്, അതിൽ പാർട്ട് എ നമ്മൾ ഫില്ല് ചെയ്യുക.
രണ്ടാമത് പാൻ കാർഡ്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ഇമെയിൽ ഐ ഡി, അതുപോലെ മൊബൈൽ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ നോക്കിയേക്കാൻ മതിയത്. പിന്നെ ഓൺലൈൻ വെരിഫിക്കേഷൻ ഓഫ് പാൻ, മെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ ത്രൂ OTP, നമുക്കറിയാം വൺ ടൈം പാസ്വേഡ് ത്രൂ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത പാൻ നമ്പറും ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറൊക്കെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ളതാണ് ഓൺലൈനായിട്ട്. അതിനൊരു OTP അവർ എന്ത് ചെയ്യും, അയക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ സെൻഡിങ് ടെമ്പററി ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പറാണ്. നമ്മൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്ക് ടെമ്പററി ആയിട്ടൊരു റെഫറൻസ് നമ്പർ തരും. ആ നമ്പർ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് അതിന്റെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. ലാസ്റ്റാണ് നമുക്ക് നമ്പർ കിട്ടുക. ഓക്കെ, അപ്പോൾ സെൻഡിങ് ടെമ്പററി ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പറാണ് കിട്ടുക, ആപ്ലിക്കേഷൻ നമ്പറാണ് കേട്ടോ. Then completing part B GST 01 after verifying reference number ആണ്. ഈ റെഫറൻസ് നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പാർട്ട് ബി GST 01 എന്ന് പറഞ്ഞാൽ നമ്മൾ 01 അല്ലേ, GST REG 01 ഉണ്ട്, അതിന്റെ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യുക. പാർട്ട് എ കഴിഞ്ഞാൽ പിന്നെ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യാണ്. ദെൻ ഇതിന് കൂടെ നമ്മൾ ചെയ്യേണ്ടത് അറ്റാച്ചിങ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകളാണ്. കുറേ ഡോക്യുമെന്റ്സുകൾ വേണം GST രജിസ്റ്റർ ചെയ്യാൻ. ദെൻ അതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. Then submission of part B of form GST-REG വേണം. നമ്മൾ പാർട്ട് ബി കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് GST-REG 01 എന്ന് പറഞ്ഞ ഫോമിൽ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ദെൻ പിന്നെ ഇഷ്യൂ ഓഫ് അക്നോളജ്മെന്റ് ഇൻ ദ ഫോം ഓഫ് GST-REG 02 ആണ്. GST-REG 02 ആണ് അടുത്ത ഫോം. അതിൽ നമ്മൾ അക്നോളജ്മെന്റ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യാണ്. ദെൻ ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഇൻ ദ ഫോം ഓഫ് GST-REG 06 within 3 days from the date of the submission of application ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഈ പറയുന്ന GST-REG 02 അക്നോളജ്മെന്റുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടും, 3 ഡേയ്സിനുള്ളിൽ നമുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് 3 ഡേയ്സിനുള്ളിൽ GST-REG 06 എന്ന് പറഞ്ഞ ഫോം നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നമുക്ക് എന്ത് ചെയ്യും, അവർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ റെസ്പോൺസ് അഗെയിൻസ്റ്റ് ഫോം GST-REG 033 in the form of GST-REG 06 within 7 days from the date of issue of the GST-REG 03 ആണ്. then നമുക്ക് അതിനെ റെസ്പോണ്ട് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ വേറെ ഫോം ഉണ്ടാവും. GST-REG 033 നമ്മൾ അതിൽ റെസ്പോൺസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ദെൻ അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ പിന്നീട് എന്തെങ്കിലും വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 ഡേയ്സിനുള്ളിൽ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്ത് നമുക്ക് ആ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ നമുക്ക് എന്ത് ചെയ്യും, അവർ തരികയും ചെയ്യും. ഇങ്ങനെയാണ് GST രജിസ്ട്രേഷന്റെ ഫേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഭാവിയിലൊക്കെ അക്കൗണ്ട്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ GST രജിസ്ട്രേഷൻ അല്ലെങ്കിൽ GST പ്രാക്ടീഷണറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാവിയിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇനി ഭാവിയിൽ അക്കൗണ്ടന്റായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ട് GST രജിസ്ട്രേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അക്കൗണ്ട്സ് പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിന് അത് എന്തായാലും പഠിപ്പിച്ചു തരും. ഇനി ക്യാൻസലേഷൻ ഓർ സസ്പെൻഷൻ ഓഫ് GST രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ GST രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അത് എങ്ങനെ ക്യാൻസൽ ചെയ്യുക, അതിനെ രജിസ്ട്രേഷൻ എങ്ങനെ സസ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ GST രജിസ്ട്രേഷൻ ഇൻ ദ ഫോളോയിങ് കേസസ് ആണ്. അതായത് നമ്മുടെ GSTയുടെ പ്രോപ്പർ ഓഫീസർ ഉണ്ടാവും. ആ പ്രോപ്പർ ഓഫീസർക്ക് ഈ പറയുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ രജിസ്ട്രേഷൻ, നമ്മൾ GST രജിസ്റ്റർ ചെയ്തത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഒന്നാമത് ഇൻ ദ കേസ് ഓഫ് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് ആണ്. ഇപ്പോൾ ഒരു ബിസിനസ് എന്ത് ചെയ്യാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്, നിർത്തി പോവാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് നിർത്തി പോകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സാഹചര്യത്തിൽ അവർ ആ ബിസിനസിന്റെ പേരിൽ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോപ്പർ ഓഫീസർക്ക് ഇപ്പം എന്ത് ചെയ്യാം, GST രജിസ്ട്രേഷൻ അവർക്ക് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാണ്, ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്യും, അവർക്ക് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, രണ്ടാമത് ചേഞ്ചിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ് ആണ്. ഇപ്പോൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ അവർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ ക്യാൻസൽ ചെയ്യാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു വേ ആയിട്ടാണ് ഈ പറഞ്ഞ കേസുകൾ. ഓക്കെ, ചേഞ്ചസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ് ആണ്. ബിസിനസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക. അതുപോലെ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഷാൾ നോട്ട് ബി അഫക്റ്റഡ് ലയബിലിറ്റി ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. അതായത് നമ്മൾ GSTയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ
അവരുടെ ടാക്സ് പേയ്മെന്റിനെ ബാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത് ക്യാൻസൽ ചെയ്യാം. നോട്ട് അഫക്റ്റ് ലയബിലിറ്റി ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. ഓക്കെ, അതായത് അവർ ടാക്സ് അടക്കുന്നതിൽ ആ ബാധ്യതയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നില്ലെങ്കിൽ അവർക്ക് ചെയ്യാം, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അതുപോലെ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ നമുക്കറിയാം 4 ടാക്സ് ഉണ്ട്, CGST, SGST, IGST, UTGST അല്ലേ. അതിൽ SGST ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, CGST ക്യാൻസൽ ചെയ്ത് പോകും. അതാണ് ഈ പറഞ്ഞത്. അതായത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തും ക്യാൻസൽ ആയി പോകും. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ടും ക്യാൻസൽ ചെയ്ത് പോകും. അതാണ് പറഞ്ഞത്, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആസ് ദ കേസ് മേ ബി ഷാൾ ബി ഡീംഡ് ടു ബി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട് ആണ്. അതും ക്യാൻസൽ ആയിട്ട് പോയ പോലെയാണ് നമ്മൾ കണക്കാക്കണം. അതുപോലെ എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് രജിസ്ട്രേഷൻ ഈസ് ക്യാൻസൽഡ് ഷാൾ പേ ആൻ എമൗണ്ട് ബൈ വേ ഓഫ് ഇലക്ട്രോണിക് പേയ്മെന്റ് ആണ്. ഈ പറഞ്ഞ രജിസ്റ്റേർഡ് പേഴ്സൺസ് അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അവർ നിർബന്ധമായിട്ട് ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യണം, അവർ ഇലക്ട്രോണിക് പേയ്മെന്റിലൂടെ അവർ ഈ പറഞ്ഞ GST അതോറിറ്റിയിലൂടെ അടക്കുകയും വേണം. ഓക്കെ, അപ്പോൾ അതാണ് സസ്പെൻഷൻ അല്ലെങ്കിൽ ക്യാൻസലേഷൻ. നമ്മളുടെ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ക്യാൻസലേഷൻ ചെയ്യുന്ന ഒരു രീതികളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിവോക്ക് ചെയ്യാം. ആ ക്യാൻസലേഷൻ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതുകൂടി പറഞ്ഞിട്ട് നിർത്താം. റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസലേഷൻ കൊടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം. ഞാൻ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, ആ രജിസ്ട്രേഷൻ എടുത്തത് ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ക്യാൻസലേഷൻ കൊടുത്തത് എനിക്ക് ഒഴിവാക്കാനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിവോക്കേഷൻ എന്ന് പറയുന്നത്. അത് റദ്ദ് ചെയ്യുക. ഞാൻ രജിസ്ട്രേഷൻ കൊടുത്തത് ക്യാൻസൽ ചെയ്യാൻ കൊടുത്തത് റദ്ദ് ചെയ്യാനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ്. അതിൽ ഒന്നാമത് പറയുന്നത് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ക്യാൻ ബി ഡൺ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓർഡർ ആണ്. അപ്പോൾ ഞാൻ ക്യാൻസലേഷൻ കൊടുത്തു, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ക്യാൻസലേഷൻ കൊടുത്തു, ഞാൻ GST രജിസ്റ്റർ എടുത്ത വ്യക്തിയാണ്. ഞാൻ എന്ത് ചെയ്തു, ആ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ഓക്കെ, ദെൻ 30 ദിവസത്തിനുള്ളിൽ ഞാൻ കൊടുത്ത് ഇന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അവർ പറയുന്നൊരു രീതിയുണ്ട്, ആ രീതിയിൽ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം, റിവോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ അത് റിവോക്ക് ചെയ്യാം, റദ്ദ് ചെയ്യാം. ഓക്കെ, അതാണ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ can be done in the prescribed manner within 30 days from the date of cancellation order. Cancellation order കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, ഞാൻ ക്യാൻസൽ ചെയ്യാൻ കൊടുത്തത് റദ്ദാക്കാം. രണ്ടാമത്, the proper officer can revoke cancellation of registration within another period of 30 days from the date of obligation ആണ്. അതായത് ആപ്ലിക്കേഷൻ കൊടുത്ത് പിന്നെ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർ ഓഫീസർ, ഇത് ഫസ്റ്റത്തെ കേസിൽ രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിക്ക് തന്നെ റിവോക്ക് ചെയ്യാനുള്ള കേസാണ്. രണ്ടാമത്, ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ പ്രോപ്പർ ഓഫീസർക്കും എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഈ പറഞ്ഞ 30 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 30 ദിവസത്തിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം, ഉണ്ടോ, അനദർ പീരീഡ് ഓഫ് 30 days ആണ്. അതായത് ഞാനിന്ന് ക്യാൻസലേഷൻ കൊടുത്തു, 30 ദിവസം കഴിഞ്ഞു, ഇനി 30 ദിവസം കൂടി ഇനിയുള്ള 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ഓഫീസർക്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്ത ക്യാൻസലേഷൻ റദ്ദാക്കാൻ പറ്റും. അതാണ് പ്രോപ്പർ ഓഫീസർ ക്യാൻ റിവോക്ക് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ വിത്തിൻ അനദർ പീരീഡ് ഓഫ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, റിവോക്കേഷൻ ഓഫീസർ ഹാസ് ദ റൈറ്റ് ടു റിജക്ട് റിവോക്കേഷൻ ഇഫ് റിക്വയർമെന്റ്സ് ആർ നോട്ട് മീറ്റ് ആണ്. അപ്പോൾ റിവോക്കേഷൻ ഓഫീസർ ഉണ്ടാവും, ഈ പറഞ്ഞ റിവോക്കേഷൻ കൊടുത്ത് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കുന്ന ഒരാളുണ്ടാവാം. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആപ്ലിക്കേഷൻ ഞാൻ റിവോക്ക് ചെയ്യാൻ കൊടുത്ത ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനും അവർക്ക് അതിനുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ടുള്ള റിക്വയർമെന്റ്സും കാര്യങ്ങളൊന്നും കൊടുക്കാതെയാണ് റിവോക്കേഷൻ കൊടുത്തതെങ്കിൽ അവർക്ക് അത് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ കൊടുത്തത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ റദ്ദാക്കാം. ഓക്കെ, ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ടാക്സ് ഇൻവോയ്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ കണ്ടന്റ്, ടൈപ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്ത